ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 58 14 തിരുവചനം. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുക. നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 14 തിരുവചനത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വ്യക്തിപരമായ വാഗ്ദത്തമാണ് അഥവാ അനുഗ്രഹമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ആർക്കെങ്കിലും ഉയർച്ച അഥവാ ഒരു പ്രൊമോഷൻ ആഗ്രഹമില്ലാത്തവരായുണ്ടോ? ആരും ഉണ്ടാകില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം എല്ലാവരും ആത്മീയമായും ഭൗതികമായും ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഉയർച്ച നമുക്ക് ലഭിക്കുവാൻ എന്താണ് പോംവഴി? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്. നാം ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ ദൈവം നമുക്കൊരു ഉയർച്ച തരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 നാം അനുസരിച്ച് നടക്കുവാനുള്ള ഒരു കൂട്ടം കൽപ്പനകളുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നത്, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുന്നത്, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്നത്, അതുപോലെ വിശപ്പുള്ളവന് അപ്പം അഥവാ ഭക്ഷണം പങ്കിടുന്നത്, അലഞ്ഞ് നടക്കുന്ന സാധുക്കളെ സഹായിക്കുന്നത്, വസ്ത്രഹീനർക്ക് വസ്ത്രം നൽകുന്നത്, നമ്മുടെ ബന്ധുജനങ്ങൾക്ക് നമ്മെ തന്നെ മറയ്ക്കാതെ അവർക്ക് ആവശ്യമായ സ്നേഹവും പരിചരണവും നൽകുന്നത്, ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടാണ് അവസാന വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുമെന്ന്. ഇതൊരു ഉയർച്ചയാണ്. ഈ ഉയർച്ച പ്രാപിക്കുവാൻ, ഈ നന്മ പ്രാപിക്കുവാൻ ആദ്യം ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കേണ്ടതുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:9 ദൈവത്തിൻ്റെ 2 കൽപ്പനകൾ കൂടെ നമുക്ക് കാണാം. അതൊന്ന്, മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുന്നത് നിർത്തുക എന്നുള്ളതാണ്. അതിനെ ഇവിടെ വഷളത്വം എന്നും പറയുന്നുണ്ട്. ഒരു മനുഷ്യനെതിരെ നാം ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റു ചില വിരലുകൾ അഥവാ കുറഞ്ഞത് 3 വിരലെങ്കിലും നമ്മുടെ നേർക്കാണ് ചൂണ്ടുന്നത്. അതിനർത്ഥം നാം ഏത് വ്യക്തിക്കെതിരെ വിരൽ ചൂണ്ടുന്നുവോ ആ വ്യക്തിയേക്കാൾ 3 ഇരട്ടി നാം പാപികളെന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെതിരെയും വിരൽ ചൂണ്ടുവാൻ ആർക്കും കഴിയില്ല. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, വിരൽ ചൂണ്ടുന്നത് നിർത്തുക. അവസാനമായി ഇവിടെ പറയുന്നത്, വഷളത്വം സംസാരിക്കുന്നത് നിർത്തുക. ഇതെല്ലാം നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയാനാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഈ കൽപ്പനകൾ അനുസരിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ ആത്മീയവും ഭൗതികവുമായ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്.
ആമേൻ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.